എല്ലാ കൂട്ടുകാർക്കും ഇഷൽ ടേസ്റ്റി വ്ളോഗിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് മധുരമത്തൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളപ്പയർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്നൊരു കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നല്ല മത്തൻ ഉണ്ടായിട്ടുണ്ട്. മത്തൻ നല്ല പഴുത്ത മത്തനാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കട്ടില്ലേ കാരം. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇനി നന്നായിട്ട് മത്തൻ വേവിച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലൊക്കെ വേവിക്കുക. അപ്പോൾ ഇതിൽ ഞാനൊരു 3 അച്ച് ശർക്കരയാണ് എടുക്കാനുള്ളത്. അപ്പോൾ 3 അച്ച് ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഒരു അരക്കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമുക്ക് അരക്കപ്പ് പത്തിരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പത്തിരിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ പത്തിരിക്ക് പാടുന്ന അത്ര കനത്തിലല്ല കേട്ടോ, ഒരു നൈസായിട്ടുള്ള നൂലുകളായിട്ട് നീട്ടിയെടുക്കുക. അതിനുശേഷം കുഴച്ചിട്ട് നീട്ടിയെടുക്കുക. അതിനനുസരിച്ച് ചെറിയ മണികൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ചെറിയ ബോൾസ്, കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി വെക്കുക. പിടി ഉണ്ടാക്കൂല അതുപോലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അത് അവിടെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ, അധികം മൂപ്പില്ലാത്ത തേങ്ങ ചിരവിയിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം കുക്കറൊക്കെ തുറന്ന് നോക്കി ഇതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല പൊടിയുള്ള മത്തൻ തന്നെയാണ്. നമ്മൾ ശർക്കരപ്പാനി ഉരുക്കിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ അതൊരു വലിയ പാത്രത്തേക്ക് പൊടി വാട്ടിയ അതേ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മത്തനിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും മത്തന്. ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് തിളക്കാൻ വെക്കണം. നന്നായിട്ട് തിളക്കണം. അപ്പോൾ അതേപോലെ ഇതിലേക്ക് വൻപയർ വേവിച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അതേ വീഡിയോയിൽ വിട്ടിട്ടില്ല. അപ്പോൾ വൻപയർ നന്നായി വേവിച്ചിട്ട് അതൊന്ന് ഉടച്ചിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് തിള വരുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടി ഇട്ട് കൊടുക്കുക. പിടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിളക്കണം. നല്ലപോലെ തിളച്ചിട്ട് ഈ പിടി ഉണ്ടാക്കിയ എല്ലാ പിടികളും മുകളിലേക്ക് നമ്മുടെ മധുരക്കറിയുടെ മുകളിലേക്ക് വരും. അപ്പോഴാണ് പിടിയൊക്കെ നന്നായിട്ട് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ മത്തൻ്റെ ചെറിയ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഞാനൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വൻപയർ വേവിച്ചില്ലേ അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മധുരം ഇവിടെ പാകമാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. കുറച്ച് ഏലക്കായുടെ പൊടി അതല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വരണം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും കൂടി ഇതായിട്ട് കുറച്ച് ടൈറ്റായിട്ടുള്ള ഒരു പരുവത്തിലാണ്, ഒരു പായസ പരുവമാണ് നമ്മുടെ മധുരക്കറി ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ ഈ ചെറിയ ബോൾസ് കൊണ്ട് തന്നെ നമ്മുടെ മത്തൻ കറി നല്ല ടേസ്റ്റായിട്ടോ കുടിക്കാൻ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വരണം. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒരു കുറുകിയ പരുവത്തിലായി വരണം കേട്ടോ. അപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിക്കിട്ടണം കേട്ടോ. നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. അതിന് വേണമെങ്കിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. മത്തൻ അതുപോലെ പല വിധത്തിൽ ഈ മത്തൻ കറി ഉണ്ടാക്കാം കേട്ടോ. പലരും പല വിധത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. ഇനി വേറെ രീതിൻ്റെ അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതുപോലെ നമ്മുടെ മധുരക്കറി തിളച്ച് കുറുകിയിട്ടുണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇളം തേങ്ങ കേട്ടോ, മൂക്കാത്ത തേങ്ങ ആയിരിക്കണം. മൂത്ത തേങ്ങ ആണെങ്കിൽ തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മൂപ്പില്ലാത്ത തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരമത്തൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ മത്തൻ കറിയിലേക്ക് ഒരു പപ്പടം കൂടെ പൊടിച്ചിട്ട് ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടുത്തത് വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും